Hi everyone. In the last class we have discussed what are the types of training, and in this class I am discussing what are the methods or techniques used for training. ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഓരോന്നും, ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യൂണിവേഴ്സിറ്റി. ബട്ട് ബിഫോർ ഗോയിങ് ടു മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്, വാട്ട് ഓൾ ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വെൽ ഡിസൈനിങ് ദ മെത്തേഡ്. നമ്മൾ ഓരോ ട്രെയിനിങ്ങിന് ഇപ്പോൾ പല ടൈപ്പ് ട്രെയിനിങ് പറഞ്ഞു, ഇൻഡക്ഷൻ പറഞ്ഞു, റിഫ്രഷർ ട്രെയിനിങ് പറഞ്ഞു, ജോബ് ട്രെയിനിങ് പറഞ്ഞു. ഇതിൽ പല ടൈപ്പ് ട്രെയിനിങ്ങിലും ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത് ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ആൻഡ് ദ ഫാക്ടേഴ്സ് ആർ: ഫസ്റ്റ് വൺ, സ്കിൽ റിക്വയേർഡ്. ഏത് ടൈപ്പ് സ്കില്ലാണ് ആ ജോലി ചെയ്യാനായിട്ട് വേണ്ടത്. വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ കാൻഡിഡേറ്റ്സ്. കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, പീരീഡ് ഓഫ് ടൈം അവൈലബിൾ, depth of knowledge required, purpose of training, background of training, nature and size of the group to be trained. ഏത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പിനെയാണ് ട്രെയിൻ ചെയ്യുന്നതെന്നുള്ളത്, നേച്ചർ ഓഫ് ദ ജോബ് ആൻഡ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഓർ ഏത് മെത്തേഡാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കണേ. ഇനി നമുക്ക് ആ മെത്തേഡ്സിലേക്ക് പോവാം. ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. There are mainly 9 methods of training. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓഫ് ദ ജോബ് ട്രെയിനിങ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ്, ക്ലാസ് റൂം ട്രെയിനിങ്, ലേണർ ട്രെയിനിങ്, ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് ഓർ CBT, ലേണിംഗ് ഓർ ട്രെയിനിങ് ഓൺലൈൻ. ഇങ്ങനെ 9 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണ്. 9 മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. അതിൽ ഓരോന്നിലും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതാണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കിനി ഓരോന്നും 1 by 1 നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ്. This is the most effective method of training. Under this method, the new worker is placed on a regular job and training is given by his immediate supervisor at the working place itself. ന്യൂ എംപ്ലോയിനെ ഒരു പുതിയ ജോലിയിൽ തന്നെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആ വർക്ക് പ്ലേസിൽ തന്നെ, ജോലിയിൽ തന്നെ, ആ വർക്ക് പ്ലേസിൽ തന്നെ അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കണം. ദ ട്രെയിനി ലേൺസ് ബൈ ഒബ്സർവിങ് ആൻഡ് ആക്ച്വലി ഡൂയിങ് ദ ജോബ്. ആ ജോലി ചെയ്യണത് നോക്കിക്കൊണ്ടും ആക്ച്വലി ആ ജോലി ചെയ്തുകൊണ്ടുമാണ് ട്രെയിനി കാര്യങ്ങൾ പഠിച്ചെടുക്കണേ. ഹെൻസ് ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ് ഈസ് കോൾഡ് ലേണിംഗ് ബൈ ഡൂയിങ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കാറുണ്ട്? ലേണിംഗ് ബൈ ഡൂയിങ് എന്നും ഈ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനെ വിളിക്കും. ഇപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് സ്യൂട്ടബിൾ ആവണത് ടീച്ചിങ് സ്കിൽസ് ദാറ്റ് ക്യാൻ ബി ലേൺ റിലേറ്റീവ് ഇൻ എ ഷോർട്ട് ടൈമിൽ പഠിക്കാവുന്ന ടീച്ചിങ് സ്കില്ലുകൾക്കാണ് നമ്മൾ സാധാരണയായിട്ട് ഓൺ ദ ജോബ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുക. ഇനി ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ് ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ജോബ് റൊട്ടേഷൻ, കോച്ചിങ്, ജോബ് ഇൻസ്ട്രക്ഷൻ, കമ്മിറ്റി അസൈൻമെൻറ്റ്സ് ആൻഡ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. 5 മെത്തേഡാണ് ഓൺ ദ ജോബിങ്ങിന് ഉപയോഗിക്കണേ. ജോബ് റൊട്ടേഷൻ, കോച്ചിങ്, ജോബ് ഇൻസ്ട്രക്ഷൻ, കമ്മിറ്റി അസൈൻമെൻറ്റ്സ് ആൻഡ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഇതിൽ ജോബ് റൊട്ടേഷൻ എന്താണെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്, ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്. എന്താ? The training method involves movement of trainee from one job to another, gain knowledge and experience from different job assignments, and this method helps a trainee understand the problems of other employees. മറ്റുള്ള എംപ്ലോയീസിനോട് പ്രോബ്ലം മനസ്സിലാവാൻ, എല്ലാ ജോബിലും എക്സ്പീരിയൻസ്ഡ് ആവാൻ വേണ്ടി ഒരു എംപ്ലോയിനെ മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. The second one is coaching. Under this method, the trainee is placed under a particular supervisor who functions as a coach in training and provides feedback to the trainer. ഇവിടെ നമ്മൾ എംപ്ലോയീനെ ഒരു സൂപ്പർവൈസറുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. ഈ സൂപ്പർവൈസർ ഒരു കോച്ചായിട്ടാണ് ആക്ട് ചെയ്യുക. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കോച്ചിനെ പോലെ വർക്ക് ചെയ്യും. ആ ട്രെയിനർക്ക് എല്ലാവിധ ഫീഡ്ബാക്കുകളും
ട്രെയിനിക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഈ കോച്ച് എന്ത് കൊടുക്കും, ഫീഡ്ബാക്ക് കൊടുക്കും. സംടൈംസ് ദ ട്രെയിനി മെ നോട്ട് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്. ചില സമയത്ത് കോച്ചിൻ്റെ മുന്നിൽ അയാളുടെ ഐഡിയകൾ മുഴുവൻ പറയാനായിട്ടൊരു അവസരം കിട്ടിയെന്ന് വരില്ല. എന്നാലും ആ വർക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള ട്രെയിനിങ് ഇമ്പ്രൂവ്മെൻറ്റുകൾ ഫീഡ്ബാക്കായിട്ട് ഈ കോച്ച് കൊടുത്തുകൊണ്ടിരിക്കും. തേർഡ് വൺ ഈസ് ജോബ് ഇൻസ്ട്രക്ഷൻ. Job instruction is also known as step-by-step training, by which the trainer explains the way of doing the job to the trainee and in case of any mistakes correct the trainee. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് എന്നാണ് ജോബ് ഇൻസ്ട്രക്ഷനെ പറയുന്നത്. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് ട്രെയിനർ ഓരോ ജോലിയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതികൾ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഉടനെ തന്നെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ കമ്മിറ്റി അസൈൻമെൻറ്റ്. കമ്മിറ്റി അസൈൻമെൻറ്റിൽ പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ആർ ആസ്ക്ഡ് ടു സോൾവ് എ ഗിവൺ ഓർഗനൈസേഷണൽ പ്രോബ്ലം ബൈ ഡിസ്കസിങ് ദ പ്രോബ്ലം. ദിസ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ടീം വർക്ക്. കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഗ്രൂപ്പ് എഫേർട്ടാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒരു പ്രോബ്ലം കൊടുക്കുകയാണ്. ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് നമ്മൾ ആ ഗ്രൂപ്പിനോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ടീം വർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ മെത്തേഡ് വളരെ സ്യൂട്ടബിളാണ്. ദ ലാസ്റ്റ് വൺ ഈസ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് അണ്ടർ ദിസ് മെത്തേഡ് ഇൻസ്ട്രക്ഷൻസ് ടു തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ആർ പ്രൊവൈഡഡ് ടു ദി ട്രെയിനിങ്. ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ തിയറി മാത്രമല്ല അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് കൂടി നമ്മൾ ആർക്ക് കൊടുക്കണം, ട്രെയിനിക്ക് കൊടുക്കണം. യൂഷ്വലി students from the engineering and commerce colleges receive this type of training for a small stipend. നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ 1 മാസമോ 2 മാസമോ കമ്പനികളിൽ എന്ത് കൊടുക്കും, ഇൻറ്റേൺഷിപ്പ് കൊടുക്കും, പ്രൊജക്റ്റ് കൊടുക്കും. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പിൽ പോകുമ്പോൾ അവർ ബിസിനസ്സിൽ പോയിട്ട് അവിടുത്തെ വർക്ക് ചെയ്യാണ് ചെയ്യണത്. ആ വർക്ക് ചെയ്യണേന് അവർക്ക് എന്ത് കിട്ടും, സ്റ്റൈപ്പൻഡ് കിട്ടും. ഒരു ചെറിയ എമൗണ്ട് സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ തിയറി പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കലും കൂടി ചെയ്യണേനെയാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഏതൊക്കെയാണ്? ജോബ് റൊട്ടേഷൻ, കോച്ചിങ്, ജോബ് ഇൻസ്ട്രക്ഷൻ, കമ്മിറ്റി അസൈൻമെൻറ്റ് ആൻഡ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. So moving on to the next topic, ഓഫ് ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ ഓൺ ദ ജോബ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ട്രെയിനിങ് നടത്തുന്നത്. ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞാലോ എപ്പാർട്ട് ഫ്രം ദ ജോബാണ്. ജോബ് ചെയ്യുന്നതിൻ്റെ ഒപ്പമല്ല, അതിനോടൊപ്പം മറ്റൊരു ഇതിലാണ് നമുക്ക് ആ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. This type of training is conducted by the organization within the premises or by external agency. ചിലപ്പോൾ ഓർഗനൈസേഷനുള്ളിൽ തന്നെ ആവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസീസ് ആവാം എന്ത് കൊടുക്കണത്, ഓഫ് ദ ജോബ് ട്രെയിനിങ് കൊടുക്കണേ. എ ക്ലാസ് റൂം ഈസ് അറേഞ്ച്ഡ് ഇൻസൈഡ് ദ premises of the company. Training programs are carried out in this classroom. Generally, this method is adopted by government and public undertakings. ഓർഗനൈസേഷനുള്ളിൽ തന്നെ ഒരു ക്ലാസ് റൂം അറേഞ്ച് ചെയ്യും. ഈ ക്ലാസ് റൂമിലായിരിക്കും നമ്മൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യണത്. സാധാരണയായിട്ട് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് അണ്ടർടേക്കിങ്സ് ആണ് എന്ത് ചെയ്യണത്, ഓഫ് ദ ജോബ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുക. ദ എംപ്ലോയി ഹാസ് ടു ലീവ് ദ വർക്ക് പ്ലേസ് ആൻഡ് ഡിവോട്ട് ഹിസ് എൻറ്റയർ ടൈം ഫോർ ട്രെയിനിങ് അറ്റ് എ പ്ലേസ് അവേ ഫ്രം ഹിസ് ജോബ്. ഈ ടൈപ്പ് ജോബ് പ്രൊജക്റ്റിൽ ട്രെയിനിങ്ങിൽ എംപ്ലോയിക്ക് അയാളുടെ വർക്ക് പ്ലേസിൽ നിന്ന് കുറേ നാളത്തേക്ക് മാറി നിൽക്കേണ്ടി വരും. എന്നിട്ട് ആ ഒരു ടൈം മൊത്തം അയാൾ വർക്കിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു ക്ലാസ് റൂമിലാണ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം അയാളുടെ സമയം സ്പെൻഡ് ചെയ്യാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ജോലി ചെയ്തുകൊണ്ട് ട്രെയിനിങ് നടത്തുന്നത് ഓൺ ദ ജോബും, ജോലി സ്ഥലത്ത് നിന്ന് മാറി സമയം മൊത്തം ട്രെയിനിങ്ങിന് ചിലവഴിക്കുന്നത് ഓഫ് ദ ജോബും. ഓക്കെ, ഇനി ഓൺ ദ ജോബ് പഠിച്ച പോലെ തന്നെ ഓഫ് ദ ജോബിനും എന്തുണ്ട്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് നോക്കാം. ഒരു 10 മെത്തേഡ്സ് ഉണ്ട് നമുക്ക്. സ്പെഷ്യൽ കോഴ്സസ്, ഓഡിയോ വിഷ്വൽസ്, കോൺഫറൻസസ്, സിമുലേഷൻ, കേസ് സ്റ്റഡി, സെമിനാർസ്, റോൾ പ്ലേ, സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, ലെക്ചേഴ്സ് ആൻഡ് ലബോറട്ടറി ട്രെയിനിങ്. ഇത്രയാണ് നമ്മൾ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇത് ഓൺ ദ ജോബും ഓഫ് ദ ജോബും തന്നെ എസ് ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ദെൻ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് 1 by 1 ആയിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ ഈസ് സ്പെഷ്യൽ കോഴ്സസ്. Here the special courses are conducted by the organization
with the help of experts. And these experts conduct a series of lectures. These lectures are meant for improving knowledge about performing the special task. ഓരോ ജോലിയും ചെയ്യണേൻ്റെ അതിനാവശ്യമുള്ള സ്കില്ലും നോളജും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം കോഴ്സുകളുടെ പ്രത്യേകത. എക്സ്പേർട്ടായിരിക്കും കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുക. അവർ ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. അപ്പോൾ ക്ലാസ് സ്പെഷ്യൽ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. രണ്ടാമത്തെ കോൺഫറൻസ്. എന്താ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ എ മീറ്റിംഗ് ഓഫ് സെവറൽ പീപ്പിൾ ടു ഡിസ്കസ് എനി സബ്ജക്റ്റ് ഇസ് കോൾഡ് എ കോൺഫറൻസ്. ഒരു സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റിനെ പറ്റിയാവാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ ഒരുമിച്ചൊരു മീറ്റിംഗ് കൂടി, അതിനെയാണ് നമ്മൾ കോൺഫറൻസ് എന്ന് പറയുന്നത്. ഈച്ച് പാർട്ടിസിപ്പൻറ്റ് കോൺട്രിബ്യൂട്ട്സ് ബൈ അനലൈസിങ് ആൻഡ് ഡിസ്കസിങ് വേരിയസ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ദാറ്റ് ടോപ്പിക്. ഏത് ടോപ്പിക്കാണോ ഡിസ്കസ് ചെയ്യണേ അതിനെപ്പറ്റി അതിൻ്റെ വേരിയസ് ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടും അനലൈസ് ചെയ്തുകൊണ്ടും ഓരോ പാർട്ടിസിപ്പൻറ്റും അയാളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കും. എവറി വൺ ക്യാൻ എക്സ്പ്രസ് ദെയർ ഓൺ വ്യൂ പോയിൻ്റ്. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത കോൺഫറൻസിൽ ഓരോരുത്തർക്കും അവനവൻ്റെ വ്യൂ പോയിൻ്റ് എന്താണെന്നുള്ളത് പറയാം. തേർഡ് വൺ ഈസ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഹോട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എക്സ്ട്രാ ചെയ്യിക്കാറുള്ളതാണ് കുട്ടികളെ കൊണ്ട്. അല്ല, എന്താ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ? ഇൻ ദീസ് ഫോം ഓഫ് ട്രെയിനിങ് എ ട്രെയിനി അണ്ടർടേക്സ് എ കേസ് സ്റ്റഡി ആൻഡ് ലേൺസ് ഹൗ ഡിസിഷൻസ് വെർ അറൈവ്ഡ് അറ്റ് സച്ച് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ്. ഒരു കേസ് സ്റ്റഡി പഠിക്കുകയാണ്. എന്നിട്ട് ട്രെയിനി എന്താ നോക്കണേ? പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ആ പ്രോബ്ലം നമ്മൾ ഡിസിഷൻ എടുക്കും. യൂഷ്വലി കേസ് സ്റ്റഡി ഡീൽസ് വിത്ത് എനി പ്രോബ്ലം കൺഫ്രണ്ടഡ് ബൈ എ ബിസിനസ് വിച്ച് ക്യാൻ ബി സോൾവ്ഡ് ബൈ ആൻ എംപ്ലോയി. സാധാരണ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോബ്ലം ആയിരിക്കും കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആസ് എൻ എംപ്ലോയി നമ്മൾ ആ പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു, ഇതാണ് ട്രെയിനീസ് കാണേണ്ടത്. ദ ട്രെയിനി ഈസ് ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു അനലൈസ് ദ കേസ് ആൻഡ് കം ഔട്ട് വിത്ത് ഓൾ പോസിബിൾ സൊല്യൂഷൻ. ദിസ് മെത്തേഡ് ക്യാൻ എൻഹാൻസ് ദ അനലിറ്റിക്കൽ ആൻഡ് ക്രിറ്റിക്കൽ തിങ്കിങ് ഓഫ് ആൻ എംപ്ലോയി. ഇവിടെ നമ്മൾ ചെയ്യണത് ആ എംപ്ലോയിനെ കൊണ്ട് ഈ കേസ് നമ്മൾ അനലൈസ് ചെയ്യിക്കുകയാണ്. അനലൈസ് ചെയ്തുകൊണ്ട് അതിന് എന്തൊക്കെ സൊല്യൂഷൻ കാണാൻ പറ്റുമോ ആ ഓൾ പോസിബിൾ സൊല്യൂഷനും കൊണ്ട് നമ്മുടെ ട്രെയിനി പുറത്തു വരികയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിനിയുടെ അനലിറ്റിക്കൽ ആൻഡ് ക്രിറ്റിക്കൽ തിങ്കിങ് ആണ് ഇവിടെ നമ്മൾ എൻഹാൻസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് സെമിനാർസ്. സെമിനാർ നിങ്ങൾക്കറിയാലോ, നിങ്ങളും ക്ലാസ്സിൽ എടുക്കുന്നതല്ലേ. എന്താ സെമിനാർ എന്ന് പറഞ്ഞാൽ? എ ട്രെയിനി പ്രസൻറ്റ്സ് എ പേപ്പർ ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. ഒരു ടോപ്പിക്കിൽ പ്രസൻറ്റേഷൻ നടത്തുകയാണ്. കോപ്പീസ് ഓഫ് ദിസ് ഡോക്യുമെൻ്റ് ആർ സർക്കുലേറ്റഡ് എമംഗ് പാർട്ടിസിപ്പൻസ് ആൻഡ് ഇറ്റ് ഈസ് ഡിസ്കസ്ഡ്. അയാൾ പ്രസൻറ്റ് ചെയ്യുന്ന, ആ ട്രെയിനി പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക്കിൻ്റെ പേപ്പർ, അതിൻ്റെ കോപ്പീസ് പാർട്ടിസിപ്പൻസിനെല്ലാം നമ്മൾ കൊടുക്കും. അപ്പോൾ പാർട്ടിസിപ്പൻസ് എല്ലാം തന്നെ ആ ടോപ്പിക്കിൽ ഒരു ഡിസ്കഷൻ നടത്തും. ദ പാർട്ടിസിപ്പൻസ് ആർ ഏബിൾ ടു ലേൺ എബൌട്ട് ദ ടോപ്പിക് ത്രൂ ഡിസ്കഷൻ. അങ്ങനെ ഡിസ്കഷനിലൂടെ പാർട്ടിസിപ്പൻസ് ആ ടോപ്പിക്ക് പഠിക്കും. സംടൈംസ് experts and specialists are invited to read papers which are discussed in sessions. ചില സമയത്ത് പാർട്ടിസിപ്പൻസ് ആയിട്ട് ഈ പേപ്പർ വായിക്കാനും ഡിസ്കഷൻ നടത്താനും നമ്മൾ എക്സ്പേർട്ടിനെ പുറത്തുനിന്ന് കൊണ്ടുവരാറുമുണ്ട്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. അടുത്ത പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, റോൾ പ്ലേ. റോൾ പ്ലേ എന്താ? Here the trainee are required to play the role of a particular person or his supervisor. ഇവിടെ ട്രെയിനിന് നമ്മൾ ഒരു സൂപ്പർവൈസറുടെ റോളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനേജറുടെയോ അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ റോള് കളിക്കാൻ പറയാണ്. എ പ്രോബ്ലം ഓർ വർക്ക് സിറ്റുവേഷൻ ഈസ് ഗിവൺ വിച്ച് ദേ ആർ എക്സ്പെക്റ്റഡ് ടു ടാക്കിൾ ഇൻ ദാറ്റ് റോൾ. അവിടെ നമ്മൾ എന്നിട്ട് ഒരു പ്രോബ്ലം, ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു പ്രോബ്ലം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ കമ്പനിയുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ മാനേജർ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന് അവരോട് അഭിനയിച്ച് കാണിക്കാൻ പറയുകയാണ്. സോ ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ ഡിവൈസ് ടു ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ട്രെയിനീസ്. ഇപ്പോൾ നമ്മളൊരു ട്രെയിനി അല്ലെങ്കിൽ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് കമ്പനിയിലേക്ക് വരുമ്പോൾ ഒന്നും അറിയാത്ത ഒരു സാധാരണ വർക്കറായിട്ട് നമ്മൾ കയറുക അല്ലേ. പക്ഷേ റോൾ പ്ലേയിലൂടെ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു മാനേജറുടെ പോസ്റ്റ് ആണെങ്കിൽ ഒറ്റയടിക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡേ മാറും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ടീച്ചിങ് പോസ്റ്റിലേക്ക് ഒരു ടീച്ചർ വരികയാണ്.
അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയുണ്ടാവും, കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, അങ്ങനെ നമുക്ക് അവർ ഒരുപാട് കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ കൊണ്ടാണ് ആ ടീച്ചർ ക്ലാസ്സിലേക്ക് വരണേ. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഒരു റോൾ പ്ലേ കൊടുക്കുകയാണ്. ഷീ ഈസ് ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു ആക്ട് ആസ് എ പ്രിൻസിപ്പൽ ഓഫ് ദി കോളേജ്. ആ കോളേജിലെ പ്രിൻസിപ്പളാണ് എന്നൊരു നിമിഷം അവരോട് സങ്കല്പിക്കാൻ പറയാണ്. എന്നിട്ട് നമ്മളൊരു പ്രോബ്ലം സിറ്റുവേഷൻ കൊടുക്കും. ഇങ്ങനെ കുട്ടികൾ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാക്കണോ എന്ന് പറഞ്ഞിട്ട് ആസ് എ പ്രിൻസിപ്പൽ ഓഫ് ദ കോളേജ് നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാധാരണ വർക്കറിൽ നിന്ന് ഒറ്റയടിക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡ് ആ ഒരു ഹയർ ലെവൽ പ്രിൻസിപ്പളിലേക്ക് മാറും അല്ലേ. അപ്പോൾ അല്പം കൂടി ആളുടെ തിങ്കിങ് കപ്പാസിറ്റി കൂടും. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് റോൾ പ്ലേ. ഇനി ലെക്ചേഴ്സ്, 6ാമത്തെ പോയിന്റ്. ലെക്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിസ് പറയേണ്ടത് എന്താണ്? ഇപ്പോൾ നമ്പർ ഓഫ് ട്രെയിനീസ് ക്വൈറ്റ് ലാർജ് ആണെങ്കിൽ, നമ്പർ കൂടുതലാണെങ്കിലാണ് നമ്മൾ ലെക്ചേഴ്സ് നടത്തുക. ലെക്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് വെർബൽ പ്രസൻറ്റേഷൻ ബൈ ആൻ ഇൻസ്ട്രക്ടർ ടു എ ലാർജ് ഓഡിയൻസ്. ഇപ്പോൾ മിസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ലാർജ് ഓഡിയൻസിനെ മുന്നിലിരുത്തിക്കൊണ്ട് വെർബൽ പ്രസൻറ്റേഷൻ ഒരു ടോപ്പിക്കിൽ നടത്തുന്നതിനെയാണ് നമ്മൾ ലെക്ചറിങ് എന്ന് പറയുന്നത്. സോ ലെക്ചേഴ്സ് ക്യാൻ ബി വെരി മച്ച് ഹെൽപ്ഫുൾ ഇൻ എക്സ്പ്ലെയിനിങ് ദ കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് വെരി ക്ലിയർലി. പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റും വളരെ ക്ലിയർ ആയിട്ട് മറ്റൊരാളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ലെക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഈസ് വെരി മച്ച് പോസിബിൾ. നമുക്ക് ഈ ലെക്ചേഴ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഫേസ് ടു ഫേസ് ഓരോരുത്തരെയും കണ്ട് ക്ലാസ് എടുക്കാം, ഓരോരുത്തരെയും കണ്ട് നമുക്ക് ആ ടോപ്പിക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി 7ാമത്തെ സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 10 to 15 persons ആർ സെലക്റ്റഡ്. ഒരു 10-15 ആൾക്കാരുള്ള ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിക്കുകയാണ്. ദേ ക്യാൻ ഷെയർ ദെയർ എക്സ്പീരിയൻസ്. ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് സെൻസിറ്റിവിറ്റി ടു ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്. ഇറ്റ് ഈസ് ഗുഡ് ടെക്നിക് യൂസ് ടു നോ ഹൗ അതേഴ്സ് ഫീൽ, വൺസ് ഇമോഷണൽ ബിഹേവിയർ, ആക്ഷൻ, ideas, etc. If it is used carefully, it can be used as a technique for understanding human problem ആൻഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഏറ്റവും നല്ല മെത്തേഡാണ് മനുഷ്യബന്ധങ്ങൾ വളർത്താനും അല്ലെങ്കിൽ ഹ്യൂമൻ പ്രോബ്ലംസ് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ്. വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്താൽ ഈ ഒരു സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, അതായത് 10, 15, 16 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ 10, 15, 16 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവരോട് എന്ത് പറയണം? ഓരോരുത്തരോട് അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ പറയണം. അപ്പോൾ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ സങ്കടമുള്ള എക്സ്പീരിയൻസുകളുണ്ടാവും, വളരെ ചലഞ്ചിങ് എക്സ്പീരിയൻസുകളുണ്ടാവും, സന്തോഷമുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെ പലവിധം എക്സ്പീരിയൻസുകൾ വരുമ്പോൾ ഓരോരുത്തരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അതിനോട് ഓരോരുത്തർ എത്രത്തോളം സെൻസിറ്റീവ് ആണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. ഇനി അടുത്തത് ഓഡിയോ വിഷ്വൽസ്. പ്രസൻറ്റേഷൻ കുറേ ലെക്ചറിങ്ങും കുറേ GDയും ഇതൊക്കെ മാത്രം മതിയോ? ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ടെലിവിഷൻ സ്ലൈഡ്സ്, വീഡിയോ ഫിലിംസ്, OHP sheets, overheads, etc. These can be used to provide a wide range of realistic examples of job conditions and situations in the short period. നമ്മൾ ഓരോ ബിസിനസ് സിറ്റുവേഷൻസ് പറയുമ്പോഴും ഓരോ കേസ് സ്റ്റഡി കാണിക്കുമ്പോഴും ഓരോന്ന് പറയുമ്പോഴും അതിന് എക്സാമ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ലൈവ്ലി എക്സാമ്പിൾസ് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? TV അല്ലെങ്കിൽ ടെലിവിഷൻ സ്ലൈഡ്സ് കാണിക്കാം, PPT പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ കാണിക്കാം, വീഡിയോ ഫിലിംസ് കാണിക്കാം. അങ്ങനെ കാണിച്ചുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റിനെ കൺവേ ചെയ്യുന്ന മെത്തേഡാണ് ഓഡിയോ വിഷ്വൽസ്. ദ നെക്സ്റ്റ് ഈസ് ദ സിമുലേഷൻ. സിമുലേഷൻ എന്ന് പറയുമ്പോൾ ഹിയർ എൻ ഇമാജിനറി സിറ്റുവേഷൻ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ട്രെയിനീസ് ആർ ആസ്ക്ഡ് ടു ആക്ട് ഓൺ ഇറ്റ്. ഒരു ഇമാജിനറി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്, ആക്ച്വലി ഇല്ല ഇന്നതായിട്ട് സങ്കല്പിക്കാൻ പറഞ്ഞുകൊണ്ട്. അതായത് ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ റോൾ എടുക്കാൻ പറയാം, എന്നിട്ട് മാർക്കറ്റിംഗ് പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കാനോ ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഡെവലപ്പ് ചെയ്യാനൊക്കെ നമ്മൾ അവരോട് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഒരു ഇമാജിനറി സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ആ ഇമാജിനറി സിറ്റുവേഷനിൽ അവരോട് ആക്ട് ചെയ്യാൻ പറയണം. അതാണ് സിമുലേഷൻ. ദ ലാസ്റ്റ് വൺ ലബോറട്ടറി ട്രെയിനിങ്. ദിസ് ഈസ് എ ഗ്രൂപ്പ് ട്രെയിനിങ് ടെക്നിക് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇംപ്രൂവ് ദ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽ.
ഗ്രൂപ്പിന് കൊടുക്കുന്ന ടാസ്ക്കാണ്. ആ ഗ്രൂപ്പ് എങ്ങനെ അത് ആക്റ്റീവായിട്ട് ചെയ്യണമെന്നുള്ളതിനെ നോക്കി അവർ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണു. അതാണ് ലബോറട്ടറി ട്രെയിനിങ്. ഇറ്റ് ഇൻവോൾവ്സ് ഷെയറിങ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ബിഹേവിയർ, ഫീലിംഗ് ആൻഡ് റിയാക്ഷൻ ഓൺ ദം. അവർ എക്സ്പീരിയൻസ് എങ്ങനെ ഷെയർ ചെയ്യണോ, ഓരോരുത്തരുടെയും ഫീലിംഗ് എന്താണ്, ഇമോഷൻ എന്താണ്, അതൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ടും ലബോറട്ടറി ട്രെയിനിങ് മെത്തേഡ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള 2 മെത്തേഡ്സാണ് ഇപ്പോൾ ഇവിടെ കവർ ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഓൺ ദ ജോബ് ട്രെയിനിങ്, അതിലൊരു 7 ടൈപ്പും ഓഫ് ദ ജോബ് ട്രെയിനിങ് അതിലൊരു 10 ടൈപ്പും. ഇത് 2 എണ്ണമാണ് മെയിനായിട്ട്. അപ്പോൾ ഒന്നാമത്തെ ഓൺ ദ ജോബ്, രണ്ടാമത്തെ ഓഫ് ദ ജോബ്. ഇനി അടുത്ത മെത്തേഡാണ് നമ്മൾ 3ാമത് പഠിക്കാൻ പോണേ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. Vestibule training is another type of training which is adopted when large number of persons are to be trained within a short span of time. വളരെ ചുരുങ്ങിയ സമയത്ത് ഒരുപാട് പേരെ ട്രെയിൻ ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ചെയ്യണേ. എ സ്പെഷ്യൽ ഏരിയ ഓർ എ റൂം ഈസ് സെറ്റ് അസൈഡ് ഫ്രം ദി മെയിൻ പ്രൊഡക്ഷൻ ഏരിയ. മെയിൻ പ്രൊഡക്ഷൻ ഏരിയയിൽ നിന്ന് മാറി നമ്മളൊരു മെയിൻ ക്ലാസ് റൂമോ ട്രെയിനിങ് റൂമോ സെറ്റ് ചെയ്യണം. This room is equipped with furnishing similar to those found in the actual workplace. ഇപ്പോൾ ഈ ട്രെയിനീസ് ആക്ച്വലി എവിടെയാണോ ജോലി ചെയ്യാൻ പോണേ ആ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള അതേ ഫർണിച്ചർ വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് റൂം നമ്മൾ സെറ്റ് ചെയ്യാണ്. ദ ട്രെയിനി ഈസ് പെർമിറ്റഡ് ടു ഡു ദ ജോബ് ആൻഡ് ലേൺ വർക്ക് അറ്റ് ദിസ് പ്ലേസ്. അപ്പോൾ അയാൾ ആക്ച്വലി ചെയ്യാൻ പോണ ജോലി ഈ ഒരു റൂമിൽ അയാളെ കൊണ്ട് ചെയ്യിച്ച് അങ്ങനെ ആ ജോലി പഠിക്കാൻ പറയണം. അതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. 4ാമത്തെ മെത്തേഡ് അപ്രൻറ്റീസ് ട്രെയിനിങ്. അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാ? നോട്ട് പെർമനൻ്റ് അല്ലേ. സോ കാൻഡിഡേറ്റ്സ് ആർ സെലക്റ്റഡ് ആൻഡ് അപ്പോയിൻറ്റഡ് ആസ് ട്രെയിനീസ് ഓർ അപ്രൻറ്റീസസ്. കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തിട്ട് വെറും അപ്രൻറ്റീസായിട്ട് അവരെ ഓർഗനൈസേഷനിൽ സെലക്ട് ചെയ്യും, അപ്പോയിൻ്റ് ചെയ്യും. ദ സെലക്റ്റഡ് പേഴ്സൺസ് വർക്ക് അണ്ടർ എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ് ഓർ സൂപ്പർവൈസേഴ്സ് ഹൂ ഗീവ് ഗൈഡൻസ് ആൻഡ് ഹെൽപ്പ് വൈൽ ഡൂയിങ് ദ ജോബ്. ഈ അപ്രൻറ്റീസുകളെ മെയിൻ എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാൻ വിടും. അപ്പോൾ ഈ സൂപ്പർവൈസേഴ്സും എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സും അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ദ അപ്രൻറ്റീസ് വിൽ ഗെറ്റ് സ്റ്റൈപ്പൻഡ് ഡ്യൂറിങ് ദ ട്രെയിനിങ് പീരീഡ്. ഈ ട്രെയിനിങ് പീരീഡിനുള്ളിലൊക്കെ അവർക്ക് എന്ത് കിട്ടും? സ്റ്റൈപ്പൻഡ് കൊടുക്കും. ആൻഡ് ഓൾസോ ദേ ആർ ഓഫേർഡ് ജോബ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദെയർ ജോബ് സക്സസ്ഫുള്ളി. ഈ അപ്രൻറ്റീസ്ഷിപ്പിലുള്ള ജോലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് മെയിൻ ജോലിയിലേക്ക് അപ്പോയിൻമെൻറ്റ് എൻഷുർ ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മൾ അവരെ അപ്പോയിൻറ്റ് ചെയ്യും. അവിടെ ത്രൂ ഔട്ട് ദ ട്രെയിനിങ് പീരീഡ് ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും. ആ ട്രെയിനിങ് കഴിയുമ്പോൾ അവരെ അവിടെ യഥാർത്ഥ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തതാണ് 5ാമത്തെ ക്ലാസ് റൂം ട്രെയിനിങ്. അണ്ടർ ദിസ് മെത്തേഡ് ട്രെയിനിങ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഓർഗനൈസേഷൻ ക്ലാസ് റൂം or in educational institution. Lectures, case studies, group discussion and audio visual aids are used to explain knowledge and skill to trainee. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ അല്ലെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ഏതെങ്കിലും ക്ലാസ് റൂമിലോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ക്ലാസ്സുകൾ കൊടുക്കും. ആ ക്ലാസ്സുകൾ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് എന്താ കൊടുക്കണേ? ലെക്ചേഴ്സ്, കേസ് സ്റ്റഡി, GD ഇതൊക്കെ കണ്ടക്ട് ചെയ്യാൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസ് റൂം ട്രെയിനിങ്. അതായത് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളവരെ ബിസിനസ്മാനായിട്ട് പ്രാക്ടിക്കലാക്കി എടുക്കാൻ വേണ്ടി ക്ലാസ് റൂമിൽ തന്നെ കൊടുക്കുന്ന ട്രെയിനിങ്. ദെൻ സിക്സ്ത് വൺ ഈസ് ലേണർ ട്രെയിനിങ്. ലേണർ എന്ന് പറഞ്ഞാൽ ആരാ? ലേണേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു ആർ സെലക്റ്റഡ് ഫോർ സെമി സ്കിൽഡ് jobs and also they are not lack even the basic knowledge of industrial engineering. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക്സ് പോലും അറിയാത്തവരും സെമി സ്കിൽഡ് വർക്കിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് ലേണേഴ്സ്. ആൻഡ് ഫസ്റ്റ് ദേ ആർ ഗിവൺ എഡ്യൂക്കേഷൻ ഇൻ വൊക്കേഷണൽ സ്കൂൾസ്, ദെൻ ദേ ആർ അലൗഡ് ടു ലേൺ ഓപ്പറേഷൻ ഓഫ് മെഷീൻസ്. അപ്പോൾ ഇവർക്ക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യണേ? ഒരു വൊക്കേഷണൽ സ്കൂൾസിൽ അതിൻ്റെ ഐഡിയ അവർക്ക് കൊടുക്കും. അങ്ങനെ മെഷീൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അത് പഠിപ്പിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യണേ ലേണർ ട്രെയിനിങ്ങിൽ. ഇനി 7ാമത്തെ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. അത് മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ ജോയിൻറ്റ് പ്രോഗ്രാം ഓഫ് ട്രെയിനിങ് കണ്ടക്റ്റഡ് ബൈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിസിനസ് ഫേം.
ബിസിനസ് ഫേമും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു കമ്പൈൻഡ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ക്യാരി ഓൺ റെഗുലർ സ്റ്റഡീസ് ഇൻ ആൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റെഗുലർ സ്റ്റഡീസ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. അതോടൊപ്പം തന്നെ സിംപ്ലി ദ ട്രെയിനിങ് കണ്ടക്റ്റഡ് ടു ഓഫർ എ പ്രാക്ടിക്കൽ നോളജ് ടു ദ സ്റ്റുഡൻസ് ലാസ്റ്റിംഗ് ഫോർ ഫ്യൂ മന്ത്സ് ഇസ് കോൾഡ് ദ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. അവരെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 3 മാസത്തേക്കോ 2 മാസത്തേക്കോ ഇൻഡസ്ട്രി വേൾഡിൽ, ഒരു ബിസിനസ് വേൾഡിൽ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടെ നമ്മൾ കൊടുക്കണം, ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ. അതാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. ഇനി 8th one, കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് ഓർ CBT. പേരിൽ നിന്ന് തന്നെ ഉണ്ടാക്കി എഴുതാവുന്നുള്ളൂ അല്ലേ. ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്റ്റീവ് ഇൻസ്ട്രക്ടർലെസ് എഡ്യൂക്കേഷണൽ പ്രോസസ്സ്. ഇൻസ്ട്രക്ടർ വേണ്ട അവിടെ, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. പക്ഷെ അവിടെ ആരില്ല, ഇൻസ്ട്രക്ടർ ഇല്ല. പ്രാക്ടിക്കലി ലേണേഴ്സ് ഇൻട്രാക്ട് വിത്ത് വേരിയസ് ടൈപ്സ് ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ് വയ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലൂടെ പലതരം ലേണിംഗ് മെറ്റീരിയൽസ് എടുത്തുകൊണ്ടാണ് ലേണേഴ്സ് പഠിക്കണേ. ദ കമ്പ്യൂട്ടർ ക്യാൻ ബി യൂസ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു ദ എംപ്ലോയി. അവിടെ നമുക്ക് ട്രെയിനിങ്ങിന് ഇൻസ്ട്രക്ടർക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, കമ്പ്യൂട്ടറാണ്. ദ ട്രെയിനിങ് പാക്കേജസ് ആർ ഡെവലപ്ഡ് ടു സ്യൂട്ട് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ട്രെയിനിങ്. ട്രെയിനിയുടെ ട്രെയിനിങ് റിക്വയർമെൻറ്റ് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ട്രെയിനിങ് പാക്കേജും കമ്പ്യൂട്ടറിൽ നമ്മൾ സെറ്റ് ചെയ്യണത്. ദ ലാസ്റ്റ് വൺ ഈസ് ഇ-ലേണിംഗ്. ഇ-ലേണിംഗ് ഈസ് ഓൾസോ കോൾഡ് ട്രെയിനിങ് ഓൺലൈൻ. ഓൺലൈൻ ട്രെയിനിങ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇൻ്റർനെറ്റ് ഈസ് യൂസ് ടു കണ്ടക്ട് ട്രെയിനിങ് ഓൺലൈൻ. ഓൺലൈനായിട്ട് ട്രെയിനിങ് നടത്താൻ വേണ്ടി നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായം ഉപയോഗിക്കുകയാണ്. വേൾഡ് വൈഡ് വെബ് ഓർ WWW ഈസ് യൂട്ടിലൈസ്ഡ് ബൈ മാനേജ്മെൻറ്റ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ട്രെയിനിങ് ടു എംപ്ലോയീസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഓഫ് ദ ജോബ്. പല ലൊക്കേഷനിൽ ഇരുന്നു കൊണ്ട് ആ ജോബിൻ്റെ ട്രെയിനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് എന്താണ്, വേൾഡ് വൈഡ് വെബ് ഉപയോഗിച്ചുകൊണ്ടാണ് ട്രെയിനിങ് കൊടുക്കണേ. ഇഫ് ദ എംപ്ലോയീസ് ഹാവ് നോ കമ്പ്യൂട്ടേഴ്സ് ദ ഓർഗനൈസേഷൻ വിൽ പ്രൊവൈഡ് കമ്പ്യൂട്ടറിസം. ഇനി അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ അവർക്ക് കമ്പ്യൂട്ടർ കൊടുക്കും. So these are the main methods of training and it's very important for university essay. And some of the above mentioned training methods are new methods, but while some others are improvement over the traditional methods. ചില നമ്മൾ ഈ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്തതിലൊക്കെ കുറേ പുതിയ മെത്തേഡുകളാണ്, എന്നാൽ ചിലതെല്ലാം ട്രഡീഷണൽ മെത്തേഡ്സിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയേക്കണതുമാണ്. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് മീ.